ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് നാട്ടിൽ നിന്ന് ഹൊസൂറിലേക്ക് തിരിച്ചു വരികയാണ്. എത്തിയിട്ടില്ല, എത്താറായി, ഒരു 10 മിനിറ്റ്സിനുള്ളിൽ എത്തും. അപ്പോൾ ഞങ്ങളുടെ തിങ്സും എല്ലാം ആയിട്ട് ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. നല്ല ഫോഗി ആയിട്ടുള്ള ക്ലൈമറ്റാണ്, നല്ല ഫോഗിയാണ് പുറത്ത്. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും അത്യാവശ്യം ചൂടാവും, പക്ഷെ ഇപ്പോൾ ഭയങ്കര ഫോഗി ആയിട്ടുള്ള ക്ലൈമറ്റാണ്. സോ ബാക്കി വിശേഷം വഴിയെ കാണാം. പിന്നെ നമ്മുടെ ഹൈസൂട്ടൻ്റെ ഉറങ്ങിക്കിടക്കുകയാണ്, എഴുന്നേറ്റിട്ടില്ല. അങ്ങനെയാണ്, ഇവിടെ ആരും എഴുന്നേറ്റിട്ടൊന്നുമില്ല. ഇത് ബാംഗ്ലൂർ വരെ പോകുന്ന ട്രെയിനാണ്. സോ ആരും അങ്ങനെ എഴുന്നേറ്റിട്ടില്ല. ഞങ്ങൾക്ക് പിന്നെ ഇറങ്ങണം എന്നുള്ളത് കൊണ്ട് മാത്രം നേരത്തെ എഴുന്നേറ്റു എന്നേ ഉള്ളൂ, അലാം വെച്ചിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കാറിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഹൈസൂട്ടനെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. സോ ഞങ്ങൾ ആഫ്റ്റർ 1 വീക്ക് ഞങ്ങളുടെ ലേഔട്ടിലേക്ക് പോവുകയാണ്. വലിയ മനസ്സൊന്നുമില്ല കേട്ടോ പോകാനായിട്ട്, നാട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് വലിയ മനസ്സൊന്നുമില്ല. പക്ഷേ വന്നല്ലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരിതിലാണ് വരുന്നത്. ഒരാഴ്ച അവിടെ നാട്ടിലെ അറ്റ്മോസ്ഫിയറും എല്ലാമായിട്ട് നിന്നപ്പോഴത്തേനും എനിക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു. മേ ബി ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി ഞങ്ങൾ നാട്ടിൽ ഒരാഴ്ച കൂടെ നിന്നേക്കാമായിരുന്നു. പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്തു. പിന്നെ ജോലിക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് വരേണ്ടി വന്നത്. അപ്പോൾ നാട്ടിലായിരിക്കുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടാവുമല്ലോ. പപ്പ, അമ്മ, സിസ്റ്റേഴ്സ്, ജോയുടെ ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ആ അപ്പാർട്ട്മെൻറ്റിൽ ഞാനും ഭാവിയും ഒറ്റയ്ക്കായിരിക്കും ജോലിക്ക് പോകുമ്പോഴത്തേനും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് വരാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ഒറ്റയ്ക്കായുള്ളൊരു ഫീലാണ്. ഒരു വലിയൊരു ഫാമിലിയിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്നൊരു ഫീൽ ഉണ്ടാവും. സോ ഇങ്ങോട്ട് വരാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കായി പോകുമല്ലോ, അതുകൊണ്ട് വന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വരേണ്ടി വന്നത്. അതാണ് ഒരു സാഡ് ഡേ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഹൈസൂട്ടിനായിരുന്നു കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം അതിൻ്റെ ഒരു ഹാങ് ഓവർ ആയിരിക്കും. എല്ലാവരെയും വിട്ട് വന്നതിൻ്റെ ഒരു ഹാങ് ഓവർ ആയിരിക്കും. വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും തന്നെ എല്ലാവരും ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. വീണ്ടും ഒരു പാതി ഉറക്കത്തിലാണ്. വീണ്ടും ഉറങ്ങാനുള്ള ഒരു പ്ലാൻ. ഫ്രണ്ടിൽ നമ്മുടെ ഡ്രൈവർ ചേട്ടനും ജോയിയും ഒക്കെ ഇരിപ്പുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ, ഇന്ന് ട്യൂസ്ഡേ ആണ് കേട്ടോ, അതുകൊണ്ട് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ. യൂഷ്വലി ഈ റോഡ്സ് ഭയങ്കര ട്രാഫിക്കുള്ള റോഡ്സ്. ഹൈസൂട്ട് എന്തേ ഉറക്കം എഴുന്നേറ്റിട്ട് അങ്ങനെ ഇരിക്കുവാണ്. ഹൈസിന് ഒരു ഹായ് പറഞ്ഞേ, ഹൈസൻ. ഹൈസിൻ്റെ ഇപ്പം എഴുന്നേറ്റിട്ടേ ഉള്ളൂ. എഴുന്നേറ്റ് മമ്മയുടെ അടുത്ത് ചാരി ഇരിക്കുക. ഒരു ഹായ് കൂടെ പറഞ്ഞേ. ഓക്കെ ഗുഡ് ബോയ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഹൊസൂറിൽ സിപ്കോട്ട് ഫേസ് 1 എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരിയൽ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് സിപ്കോട്ട് ഫേസ് 1 അനുഗ്രഹ ലേഔട്ടിലാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. നമ്മുടെ ബാറ്റ, ടൈറ്റൻ, അങ്ങനത്തെ കുറേ ഇൻഡസ്ട്രീസ് ഉള്ള ഒരു ഏരിയ ആണ്, ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇത് ഒരു ഇൻഡസ്ട്രിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് കെംസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഇവിടെ അടുത്തടുത്തായിട്ട്, ഒത്തിരി ഇൻഡസ്ട്രീസും ഒരുപാട് എംപ്ലോയീസും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. ഈ പോകുന്നിടത്തൊക്കെ ഒത്തിരി ഇൻഡസ്ട്രീസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ ബാറ്റ ആയിക്കോട്ടെ, ടൈറ്റൻ ആയിക്കോട്ടെ, അങ്ങനെ ഒത്തിരി ഇൻഡസ്ട്രീസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. ഇത് ഈ കാണുന്ന ബാറ്റയുടെ ഇൻഡസ്ട്രിയാണ്. അങ്ങനെ കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട്, കുറേ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസും, അങ്ങനെ ഒത്തിരി ഇൻഡസ്ട്രീസ് നമുക്കിവിടെ ഈ ഒരു സിപ്കോട്ട് ഫേസ് 1 കാണാൻ പറ്റും. നമ്മുടെ ഈ ഹൊസൂറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സിപ്കോട്ട് ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ, പക്ഷേ എന്നിരുന്നാൽ കൂടി ഒത്തിരി അഗ്രികൾച്ചർ ഫീൽഡ്സ് കാണാൻ പറ്റും. ക്യാബേജ് ആയിക്കോട്ടെ, കോളിഫ്ലവർ ആയിക്കോട്ടെ, ടൊമാറ്റോ, ചില്ലി, ക്യാപ്സിക്കം, അങ്ങനെ ഒത്തിരി അഗ്രികൾച്ചറും പിന്നെ ഫ്ലവേഴ്സും ഉണ്ട്, ഫ്ലോറികൾച്ചേഴ്സും ഉണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്, ഗ്രീൻ ഹൗസും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ബ്യൂട്ടിഫുൾ കൂടെയാണ് ഈ പ്ലേസൊക്കെ കാണാനായിട്ട്, ബ്യൂട്ടിഫുള്ളാണ്. റീസെൻ്റ്ലി ക്യാബേജ് ഹാർവെസ്റ്റിംഗ് നടന്നതായിരുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് ഒരു ക്രോപ്പ് വയ്ക്കാൻ കരുതിയിട്ട് അവർ ആ ഫീൽഡൊക്കെ റെഡിയാക്കി ഇടുന്നതാണ്. അപ്പോൾ ഫൈനലി ഞങ്ങൾ ലേഔട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ലേഔട്ടിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ ഒരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേനും ലെഫ്റ്റ് സൈഡിൽ ഒരു പാർക്കുണ്ട്, കൊച്ചു കുട്ടികൾക്കുള്ള പാർക്ക്. അപ്പോൾ ഈവനിങ് ഒക്കെ അവിടെ പിള്ളേരൊക്കെ വന്ന് കളിക്കാറൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ലേഔട്ടിൽ നിയർലി 100 ഹോംസ് ആണുള്ളത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും വന്ന് താമസിക്കുന്ന ആൾക്കാരൊക്കെയാണ്. കാര്യം ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് തന്നെ
ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഫെസ്റ്റിവൽസിനൊന്നും ഇവിടെ ആരും ഈ ലേഔട്ടിൽ കാണാറില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും കോലമൊക്കെ ഇട്ട് അങ്ങനെ നല്ല രസമാണ് കാണാനൊക്കെ. ഒരു വേറൊരു സ്റ്റൈലും വേറൊരു കൾച്ചറുമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് തമിഴ്നാട് താമസിക്കുന്നത്. പഠിച്ചത് തമിഴ്നാടാണെങ്കിൽ കൂടി താമസിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ ഈ ലേഔട്ടിൻ്റെ ഏറ്റവും എൻഡിലത്തെ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ഏറ്റവും എൻഡിലാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. നിയർലി ഇതാ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. ഫാം വ്യൂസ് എന്നാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. ഏറ്റവും എൻഡിലാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്, ഫാം വ്യൂസ്. നമ്മൾ ഫൈനലി റീച്ച്ഡ് ആൻഡ് ഞങ്ങൾ താമസിക്കുന്ന സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഇ. ഞങ്ങൾ ഫൈനലി റൂമിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെ അൺപാക്ക് ചെയ്യണം, അങ്ങനെ ഒത്തിരി പണിയുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാനൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ ഇട്ടിട്ടാണ് പോയത്. പക്ഷേ എന്നാലും പൊടി ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇന്ന് ഭയങ്കര ഗ്ലൂമി ആയിരിക്കും. ഞാനായിരുന്നാലും ശരി, ഹൈസനായിരുന്നാലും ശരി, ജോ ആണെങ്കിലും ഇച്ചിരി ഗ്ലൂമി ആയിരിക്കും. നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ദിവസം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മനസ്സോടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സങ്കടം, ഉള്ളിലെന്തോ ഒരു വിഷമമുണ്ട്. ചിലപ്പോൾ ഇതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ടൊരു 2-3 ഡേയ്സ് എടുത്തൊന്നും ഇരിക്കാം. അങ്ങനെ ഓക്കെ. സോ ഇതൊരു ചെറിയ വ്ളോഗായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. താങ്ക് യു.